അസ്സലാമു അലൈക്കും. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ പരിപ്പ് പായസം ഇതെങ്ങനെയാണ് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചുണ്ടാക്കുന്നത് എന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കപ്പ് ചെറുപയർ പരിപ്പാണ്. ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് 1 കപ്പ് ചെറുപയർ പരിപ്പിട്ട് കൊടുക്കുക. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ഇതൊന്ന് വറുത്തെടുക്കുക. പരിപ്പ് നല്ലപോലെ ചൂടായി ഇതിൻ്റെ മണം ചെറിയ തോതിലൊന്ന് മാറി വരും. ആ സമയത്ത് ഇതിൻ്റെ പകുതി ഭാഗം എടുത്ത് മാറ്റണം. ബാക്കി പകുതി ഭാഗം കളർ മാറുന്നത് വരെ വറുത്തെടുക്കുക. ഇതാ ഇത്രയും മതി. ഇനി ആദ്യം മാറ്റി വെച്ച ബൗളിലേക്ക് തന്നെ ഇത് മാറ്റി കൊടുക്കുക. ഇനി ഈ പരിപ്പിന്റെ ചൂടാറിയതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് കഴുകി വെള്ളം വാരാനായി മാറ്റി വെക്കുക. വെള്ളം നല്ലപോലെ വാർന്നതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. വേവിക്കാനുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. 1 കപ്പ് പരിപ്പാണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ച് ഇത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. നല്ലപോലെ വേവായതിനു ശേഷം ഇതിനെ നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കുക. ഈ പായസത്തിലേക്ക് വേണ്ടി ഞാൻ 2 തേങ്ങയുടെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. അതിലെ 2ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 2ാം പാൽ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ശേഷം ഈ പാല് വറ്റുന്നത് വരെ തിളപ്പിക്കുക. നല്ല പോലെ തിളച്ച് പാല് വറ്റുന്ന പരുവമെത്തിയാൽ ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. 4 അച്ച് ശർക്കര 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുത്തതാണിത്. ഇതിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുക. അരിച്ചൊഴിച്ചു നല്ല പോലെ ഇളക്കി യോജിപ്പിക്കുക. വീണ്ടും തിളപ്പിക്കുക. ഒന്നുകൂടിയും വറ്റി വരാനുണ്ട്. തേങ്ങാപ്പാലും ശർക്കരയും ഒക്കെ നല്ല പോലെ യോജിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടി ലൂസായി വരും. അതൊന്നുകൂടി തിക്കാവുന്നത് വരെ വീണ്ടും തിളപ്പിക്കുക. ഈ പായസത്തിലേക്ക് പശുവിൻ പാൽ ഒഴിക്കുന്നതിലും നല്ലത് തേങ്ങാപ്പാൽ തന്നെയാണ്. നല്ല പോലെ ഇളക്കി യോജിപ്പിക്കണം. ഇളക്കി യോജിപ്പിച്ച് കട്ട കെട്ടാതെ ഇളക്കി വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വറ്റി തുടങ്ങിയാൽ ഇതിലേക്കായിട്ട് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് തേങ്ങയുടെ 1ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത്രയും ലൂസായാലും ഇത്രയും തിക്കായാലും മതി കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് പരിപ്പായത് കൊണ്ട് തന്നെ തനിയെ ഇരിക്കുമ്പോഴേക്കും ചൂടാറി വരുമ്പോൾ ഇത് തിക്കായി മാറും. 1 കപ്പ് പരിപ്പിലേക്ക് 2 തേങ്ങയുടെ പാല് മുഴുവനായിട്ട് അപ്പോഴാണ് പായസത്തിന് ടേസ്റ്റ് കൂടുക. ഇനി തേങ്ങാപ്പാൽ ഒഴിച്ച് 1ാം പാൽ ഒഴിച്ചതിന് ശേഷം ഇളക്കരുത് കേട്ടോ. നല്ലപോലെ സെറ്റ് ആകുന്നത് വരെ ഇളക്കി യോജിപ്പിക്കുക. നല്ലപോലെ സെറ്റായി കഴിഞ്ഞാൽ തിള വരുന്നതിന് മുമ്പായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനി പായസത്തിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചുക്കുപൊടി ഇഷ്ടമുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇനി പായസത്തിലേക്കായിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തിടാനുണ്ട്. അതിനായിട്ട് ഒരു പാനിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരിയിട്ട് വറുത്ത് ഇത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറുപയർ പരിപ്പ് പായസം റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ചൂടൊന്ന് ആറുമ്പോഴേക്കും ഇത് നല്ലപോലെ തിക്കായി വരും. അപ്പോഴാണ് ഇതിൻ്റെ പാകം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ. അസ്സലാമു അലൈക്കും.